മിണ്ട പെണ്ണെ നിനക്കായിരം നാവ് നേരിൻ കതിർമഴയായി പെയ്തുണരുമ്പോൾ തേൻമൊഴിയഴക് കണ്ണീർ തുമ്പി നിന്റെ പവിഴച്ചുണ്ടിൽ പനിനീർ പൂവിതളായി മെല്ലെ വിരിഞ്ഞു പൂഞ്ചിരിയഴക്. നമ്മളെ നയിക്കും ആലപ്പുഴയിൽ നിന്ന്, എന്റെ ജന്മദേശത്ത് നിന്ന് ഒരു സുന്ദരി കുട്ടി, 9 വയസ്സുകാരി ചിരിക്കൊടുക്ക. ഈ മോൾ എന്റേതായിരുന്നെങ്കിൽ നൈസ്. അപൂർവ നാദസമ്പന്നതയിൽ അന്ന റോസ്. വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്നത് എന്റെ 2 അമ്മമാരും കൂടെയാണ്. പിന്നെ ഞാൻ കുഞ്ഞിലെ തൊട്ട് എന്റെ പാട്ടും ഡാൻസും ഒക്കെ എല്ലാം എന്നെ പഠിപ്പിച്ചിരുന്ന എന്റെ 2 അമ്മമാരും കൂടെയാണ്. എന്നുള്ളിൽ എന്നും നീ മാത്രം. ഹേയ് മച്ചാനെ വാ, എൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരന്താ. കിടിലൻ പെർഫോമൻസുമായിട്ട് ആലപ്പുഴക്കാരി കുട്ടിയെത്താണ്. ആണ് ഒരു അന്ന റോസ് ആണ് നമ്മുടെ ഇവിടുത്തെ അന്നക്കുട്ടിയാണ്. സോ വെൽക്കം അന്നക്കുട്ടി ഓൺ സ്റ്റേജ്. എന്തോ അന്നക്കുട്ടി ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഭയങ്കര കിടിലൻ ലുക്ക്, സ്റ്റൈലിഷ്, എനർജറ്റിക്. ഇവിടുത്തെ എനർജി ബോംബാണ് അന്നക്കുട്ടി. ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട്. വെറൈറ്റി ഡ്രസ്സിന്റെ ആളാ. ഇത് എവിടുന്ന ആര് വാങ്ങി തന്നതാ? ഇത് എനിക്ക് അമ്മയും മേമയും കൂടെ വാങ്ങി തന്നത്. അമ്മയും മേമയും തന്നെ. മോടെ അറ്റംപ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ല രണ്ടുപേരെ? അന്നക്കുട്ടിയാണ് വരുന്നത്. വെൽക്കം അന്നക്കുട്ടി ഓൺ സ്റ്റേജ്. അവിടെ നോക്കിയാ മതി, അമ്മമാർ ഒരുമിച്ച് എപ്പ ഇരിക്കുന്നു അപ്പൊ അന്നക്കുട്ടി വരും. ഒരേ ഡ്രസ്. അതെ. ഈ കൈയുടെ ഈ തള്ളവരില് ഞാൻ ഇവിടെ മുട്ടിക്കും. അതുപോലെ ഡേഞ്ചറിന് ചെയ്യാൻ പറ്റുമോ? മുട്ടിച്ചു. പറ്റോ? എല്ലാരും മുട്ടിച്ചു. ഡേഞ്ചറിനെ കൊടുത്തെങ്കിലും ഡേഞ്ചറിനെ മാത്രം ചെയ്യാൻ നമ്മൾ പറ്റില്ല. ഇങ്ങോട്ടോ? ഞാൻ മുട്ടിച്ചു. എവിടെ? ഇങ്ങനെ എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഞാനും ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിക്കണം. എനിക്ക് അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. ഇത് കുറച്ചു നാളായി. ഇനി ഡേഞ്ചർ ചെയ്യും. ഇപ്പൊ ടഫായി പാട്ട്. നോക്ക്, അതിന് വന്നു കഴിഞ്ഞ ഉടനെ ചലഞ്ചുകൾ. സാധാരണ ഈ ചലഞ്ചൊക്കെ പാടി കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് ആരെങ്കിലും വരുള്ളൂ. ഈ പാട്ട് കേട്ടപ്പോ തന്നെ എന്റെ നെഞ്ചിടിച്ചു. ടെൻഷനില്ല, അങ്ങനെ വേണം മിടുക്കി കുട്ടി. അതിന്റെ അതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഭയങ്കര എൻജോയ് ചെയ്യുവാണ്. അപ്പൊ എന്നാ പാട്ടിലേക്ക് കിടക്കാം. റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഴ നിലാവേ വെരി ഗുഡ്, വെരി ഗുഡ്. അന്നക്കുട്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ട് കേൾക്കാന് നല്ല ഭംഗിയുണ്ട്, ഒരു സുഖമുണ്ട്.
മലയാളി ഇന്നും മണ്ണിൻ കൂട്ടാളി എങ്ങും അതിരുകളില്ല മതിലുകളില്ല. വിളിക്കാം ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അതെ. ആരെ വിളിക്കാം? അവിടെ കണ്ടു കണ്ടു അവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂം ആണ്. ഓ അതെ. No. ഞാൻ വിളിക്കാം. പ്ലീസ് വെൽക്കം അന്ന റോസ്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അമ്മായി വന്നിട്ടുണ്ട്. കേട്ടോ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടിന്റെ കഷ്ണം. ഹേ തുമ്പി തുള്ളാൻ വാ ഓടി വാ തുമ്പി തുള്ളാൻ വായോ ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ മുറ്റത്തെ എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. മോള് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. സലിൽദയുടെ ഒരു രസമായിട്ടുള്ള പാട്ട്, സിംപ്ലിസിറ്റി ഓഫ് ദ ലൈൻസ് ആൻഡ് ദ മ്യൂസിക് എല്ലാം കൂടെ ഒരു രക്ഷയില്ല. സൂപ്പർ, ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ മോൾ ഈ ഊഞ്ഞാനം ടോട്ടലി കേൾക്കാൻ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല സെലക്ഷൻ, നല്ല താങ്ക് യു. അല്ലേ? അന്നക്കുട്ടി എന്തോ അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ട്രാക്കിലേക്ക് വീണു ഇപ്പോ, അല്ലേ? അതെ, മിടുക്കി. അതെ, അതും പ്രത്യേക അഭിനന്ദിക്കുന്നു. അടിപൊളിയാവട്ടെ ഇനി. ദൈവം അനുഗ്രഹിക്കും. ഓൾ ദി ബെസ്റ്റ്. വീറും വാശിയോടുകൂടി ഞാൻ പോരാടും കലക്കി. അതിൽ ഭയങ്കര ജീവൻ ഉണ്ടായിരുന്നു. അതെന്താ പറഞ്ഞ മോനെ? എനിക്ക് ഷീലാമ്മ പറഞ്ഞ പോലെ തോന്നിയത്. പിന്നെ എന്തിനാ മക്കളെ തുമ്പിയെ വിളിക്കുന്നത്? ഇതാണ് എനിക്ക് ഷീലാമ്മ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ അന്നക്കുട്ടി എത്താണ്. വെൽക്കം അന്ന റോസ് ഓൺ സ്റ്റേജ്. ഹലോ ഹായ്. ഒരേ സാഗരം തേടി പോക്കുവെയിൽ പൊന്നാടിപ്പേ പോലെ. അത് എനിക്കിഷ്ടപ്പെട്ടു. കേട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. ഇപ്പൊ നല്ല പ്രോഗ്രസ് ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേച്ചി കുട്ടി എന്തോ MG ചേട്ടൻ പറഞ്ഞ ബെറ്ററായി വരുന്നത്. അതൊരു നല്ലൊരു കൈയടി. കാരണം ജീവിതത്തിനൊരു വ്യക്തമായ പ്ലാൻ ഉണ്ട് നമ്മളെ കൊണ്ട്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ജീവിതത്തിൽ വരും. പിന്നെ മോളെ കുട്ടി ഹാപ്പി ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തരികൾ നിന്റെ ചിറകിലുണരില്ലേ നാഥാ നിൻ പ്രേമവനിതൻ. നമ്മുടെ സ്വന്തം അന്നക്കുട്ടി. ഓക്കെ, വെൽക്കം അന്ന റോസ് ഓൺ സ്റ്റേജ്. ഹലോ, ഞാൻ അന്നക്കുട്ടി. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്റെ സ്കൂളിലാണ്. അപ്പൊ നമുക്ക് എന്റെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? അന്നക്കുട്ടി ഉന്നെ തേടുത്. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല. ശരി, അപ്പൊ അന്നക്കുട്ടി എന്തോ എന്താ പാട്ട് പാട പോറേ? ശ്യാമസുന്ദര പുഷ്പമേ. ശ്യാമസുന്ദര പുഷ്പം ധ്യാനലീനമിരിപ്പു ഞാൻ. അന്നക്കുട്ടി എന്തോ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. കറക്റ്റ് മരിക്കുമോ കറക്റ്റ്. മാറുമോ? കറക്റ്റ്. അപ്പൊ ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളും നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിരുന്നു മോളെ. താങ്ക് യു. മോളുടെ സൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. താങ്ക് യു. ആ മോളുടെ ആ സൗണ്ടിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അതിന് വേറൊരു ഫീലുണ്ട്. താങ്ക് യു. ശരിക്കും കാരണം ഇപ്പം എല്ലാവർക്കും നമുക്ക് ഒരേ രീതിയിലുള്ള സൗണ്ട് നമുക്ക് കിട്ടില്ല. പക്ഷെ മോളുടെ സൗണ്ടിനൊരു ബ്യൂട്ടി ഉണ്ട്. അതിനൊരു എന്താ പറയണ, നല്ല ഒരു വെയിറ്റ് ഉള്ള സൗണ്ടാണ്. ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പറഞ്ഞ പോലെ നന്നായിരുന്നു. വോയിസ് ഒരു ഡെപ്ത് ഉണ്ട് മോളുടെ വോയിസ്. ഓക്കെ, ഈ പാട്ടൊക്കെ നമ്മൾ നമ്മുടെ
അമ്മമാരുടെ സ്നേഹമാണ് പോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്കിത് രണ്ടും എന്റെ അമ്മമാരെ പോലെ തന്നെ. ഒരു മലയാളി ഇന്നും മണ്ണിൻ കൂട്ടാളി എങ്ങും മതിലുകളില്ല മതിലുകളില്ല സ്നേഹം. ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റിന് സ്വാഗതം ചെയ്യാം. ആരായിരിക്കും വരുന്നത്? പെർഫോമൻസ് റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം അന്നക്കുട്ടി. ഹലോ. മുറ്റത്തെ മുല്ലേ ചൊല്ലി കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഇവിടെ കടന്നു വരുന്നു നമ്മുടെ സ്വന്തം അന്ന റോസ്. ഈ ജാതിക്കാത്തോട്ടം ഈ ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളിലെ പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ടാൽ കള്ള പെരുമാറ്റം. ലെറ്റ്സ് വെൽക്കം അന്ന റോസ് ഓൺ സ്റ്റേജ്. അന്ന റോസ്, അന്ന ചക്രയുടെ മുഖം വാടൂല, അത് വാടാതിരിക്കട്ടെ കേട്ടാ. പാടിയത് ചിത്രാമ്മ. കണ്ണനിങ്ങു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. അന്നക്കുട്ടി എന്തോ നന്നായിട്ട് പാടി. ദീപമൊഴിഞ്ഞു മോള് പാടിയത് നന്നായിരുന്നു, സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. നന്നായിരുന്നു. മോളെ നന്നായി പാടി, താങ്ക് യു. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. അതായത് നല്ലൊരു ഒഴുക്കുണ്ടായിരുന്നു മോളുടെ സിംഗിങ്ങില്. ഗുഡ് സിംഗിങ് ട്ടോ. താങ്ക് യു. എങ്ങനെ കിട്ടി ഈ വൈറ്റാലിറ്റി? അതെ ഞാനും ഇപ്പൊ ഭയങ്കര ഇമ്പ്രൂവ്മെന്റിന്റെ ഇതിലോട്ട് പോവാണ്. എനിക്ക് ഈ പാട്ട് മോൾ ഇത്ര നാളും പാടിയിൽ വെച്ചിട്ട് മോക്കും കുറച്ചുകൂടി ഒരു സന്തോഷമില്ല കേൾക്കപ്പം. ഒരുപാട് ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഗിവിംഗ് യു 99 out of 100. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ അതിന് മുമ്പ് ഇപ്പൊ ഒരു താരാട്ട് പാട്ടല്ല നമ്മൾ കേട്ടത്. ആൺകുട്ടിക്കാണെങ്കിൽ 2 അമ്മമാരുണ്ട്. അപ്പോ ഈ അമ്മമാര് ഈ പാട്ടിന് മകളുടെ അടുത്ത് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് അതിന്റെ ഒരു ശരിയെന്നാണ് തോന്നുന്നത്. ഇതുണ്ട്, അതായത് ഈ മൂവിയുടെ പേര് ഇരട്ടക്കുട്ടികളുടെ അച്ഛനാണല്ലോ. അപ്പൊ അതായിട്ട് ഭയങ്കര സിങ്കാണല്ലോ. അപ്പൊ 2 ഇരട്ട കുട്ടികൾ ഇവിടെ വേദിയിലേക്ക് കടന്നു വന്നാലും. അപ്പൊ അങ്ങനെയാണ് കാര്യം അല്ലേ? ഇരട്ടക്കുട്ടികളുടെ കുട്ടി. സാറ് നമുക്കൊരു ടാസ്ക് കൊടുത്താലോ? എന്തായാലും 2 അമ്മമാര് വന്നു, ഒരു താരാട്ടുപാട്ടാണ് കേട്ടത്. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. അപ്പൊ ഇവരുടെ ഫാമിലി ആയിട്ട് അത്രയും കണക്ട് ആയിട്ടുള്ള ഒരു പാട്ടാ. അപ്പൊ നമ്മൾ ഈ ഇപ്പോ നമ്മുടെ അന്നക്കുട്ടി പാടിയ പാട്ടൊന്ന് വീണ്ടും കേൾപ്പിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ആക്ട്, 2 അമ്മമാരുടെ വാത്സല്യം. ഓക്കെ ശരി. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. മടികളാണിവൻ മടിയിലുറങ്ങുകളാണിവൻ സൂര്യനായി ഉണരുമെൻ കൈകളിൽ. കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. കണ്ണനെന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. അസൂയ തോന്നിപ്പോയി. അടിപൊളി കേട്ടോ, നല്ല രസം. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാ എന്റെ 2 പപ്പമാരും ഒന്ന് വന്നിട്ടുണ്ട്.
ഹലോ. അവര് ഇന്ന് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ വരുന്നത്. അന്നക്കുട്ടിയുടെ ഇന്ന് രണ്ടുപേരും ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷവും അപ്പൊ നല്ലൊരു ദിവസമാണെന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത് അന്നക്കുട്ടി. എന്തായാലും വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഭയങ്കര ടച്ച്ഡ് ആയി പോയി, ഭയങ്കര ഇമോഷണൽ ആയി ശരിക്കും കണ്ടിട്ട്. ഒരമ്മയുടെ സ്നേഹം തന്നെ ഭയങ്കര ഇതാ. ഭയങ്കര അപ്പൊ രണ്ടുപേരും, രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും. ഓ, എന്ത് വേണം ശരിക്കും. ഗോഡ് ബ്ലെസ്. ഇനി എന്ത് വേണം അല്ലേ? നമ്മൾ ആ സ്പോട്ടിലൊന്ന് പറഞ്ഞപ്പോഴേക്കും അവര് സ്പോട്ടാണ് കാര്യങ്ങൾ. അടിപൊളി. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ബൈ. ബൈ.